നമ്മളിൽ പലരും ഇതിൻ്റെ ഇരകളാണെന്ന് നമുക്ക് അറിയാം അല്ലേ? ഞാൻ തന്നെ പലപ്പോഴും ഇങ്ങനെ മാറ്റിവെക്കൽ പ്രക്രിയ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. The act of delaying or putting off task until last minute or past their deadline. ഇതാണ് പ്രോക്രാസ്റ്റിനേഷൻ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡെഡ്ലൈൻ കഴിഞ്ഞിട്ടും മാറ്റിവെക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് വരെ ആ ചെയ്യേണ്ട പ്രവൃത്തി മാറ്റിവെക്കുക എന്നുള്ള പ്രവൃത്തിയാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാക്ക് ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്, പ്രോക്രാസ്റ്റിനെയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഡിഫേർഡ് അൺടിൽ ടുമോറോ, നാളെ വരെ നീട്ടിവെക്കുക എന്നുള്ളതാണ് അതിൻ്റെ വാച്യാർത്ഥം. അപ്പോൾ അങ്ങനെയാണ് ഇതിന് ഈ ഒരു പേര് വന്നിരിക്കുന്നത്, പ്രോക്രാസ്റ്റിനേഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയ ഒരു മോട്ടിവേറ്റർ ആയിട്ടുള്ള ഒരാളാണ് പിയേഴ്സ് സ്റ്റീൽ എന്ന് പറയുന്നത്. പിയേഴ്സ് സ്റ്റീലിൻ്റെ പഠനത്തിൽ അദ്ദേഹം അതിനെക്കുറിച്ചൊരു പുസ്തകം പോലും എഴുതിയിട്ടുണ്ട്, ദ പ്രോക്രാസ്റ്റിനേഷൻ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ ഹൗ ടു പുട്ട് ഓഫ് തിങ്സ് ആൻഡ് ഹൗ നോട്ട് ടു പുട്ട് ഓഫ് തിങ്സ് ആൻഡ് ഡു സ്റ്റാർട്ട് ടു ഡു തിങ്സ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അദ്ദേഹത്തിന് അതിലെ ഒരു മോട്ടിവേഷൻ, ഒരു ഫോർമുലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ്, നമ്മൾ ചെയ്യാനുള്ള ആ ഒരു ഔത്സുക്യവും അതിൻ്റെ റിവാർഡിൻ്റെയും പ്രോഡക്റ്റിനെ നമ്മളുടെ ഇമ്പൾസീവ്നെസ്, അല്ലെങ്കിൽ നമ്മളെ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഡിലേയും ഉണ്ട് പ്രോഡക്റ്റും ഉണ്ട്, ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷൻ കൂടി നിൽക്കണമെങ്കിൽ നമുക്ക് ആ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക്. അങ്ങനെ ഒരു ഇക്വേഷനൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് പിയേഴ്സ് സ്റ്റീല്. അദ്ദേഹം പറയുന്നത് US-ലുള്ള 50% ആളുകളും റെഗുലറായിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ 95% ആളുകളും ചെറിയ തോതിലെങ്കിലും, അതായത് എപ്പോഴെങ്കിലും ഒക്കെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അതായത് ഇത് ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പഠനം പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതും ലേസിനെസ്സും, മടിയുണ്ട് നമുക്ക്, ഈ മടിയും പ്രോക്രാസ്റ്റിനേഷനും ഒന്നാണോ എന്നൊരു സംശയം നമുക്ക് ഉദിച്ചേക്കാം അല്ലേ? അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഈസ് ലേസിനെസ് സെയിം ആസ് പ്രോക്രാസ്റ്റിനേഷൻ? അപ്പോൾ ഇതിൽ പറയുന്നത് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു ആക്റ്റീവാണ്, വെറുതെ ഇരിക്കുകയല്ല. നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ല, അത് മാറ്റിവെക്കുന്നു. അപ്പോൾ അതൊരു ആക്റ്റീവ് പ്രോസസ്സായി. എന്നാൽ ലേസിനെസ് ആവട്ടെ, അതൊരു പാസീവാണ്, അൺവില്ലിങ് ടു ആക്ട് ആണ്, അവിടെ ഇനാക്ടിവിറ്റി ആണ്. നമ്മൾ വെറുതെ ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ചെയ്യാനുള്ള ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നു. വെറുതെ മടി പിടിക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ചുമ്മാ മൂടി പതച്ച് കിടക്കുക, വെറുതെ ഇരിക്കുക. അപ്പോൾ അവിടെ അതൊരു പാസിവിറ്റിയാണ്. എന്നാൽ പ്രോക്രാസ്റ്റിനേഷനിൽ ഈ ആളുകളുടെ ബിസി ആയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ ലക്ഷ്യം നേടേണ്ട കാര്യങ്ങളോ പ്രാധാന്യമുള്ള കാര്യങ്ങളോ ചെയ്യാതെ നീട്ടിവെക്കുന്നു. ഇതാണ് പ്രോക്രാസ്റ്റിനേഷൻ. അപ്പോൾ ലേസിനെസ്സിൽ നിന്നും ഇത് വ്യത്യസ്തമാണ്, മനസ്സിലായല്ലോ. ഇനി ഇതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് എന്താണ്, ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്? നമ്മളിങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്താൽ നമുക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാനസികമായിട്ട് മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ പറയുകയാണെങ്കിൽ സ്ട്രെസ് ലെവൽ കൂടുന്നുണ്ട്. നമ്മളിതിങ്ങനെ നീട്ടിവെക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്ട്രെസ് ഉണ്ടാവും. ഈ സ്ട്രെസ് ക്രോണിക് പ്രോക്രാസ്റ്റിനേഷനിൽ വളരെ കൂടുതലായിരിക്കും, സ്ഥിരമായിട്ട് നീട്ടിവെക്കൽ പ്രക്രിയ ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തു പറ്റും, അത് നമുക്ക് മറ്റ് ഫിസിക്കൽ ആയിട്ടുള്ള ലക്ഷണങ്ങളും, തലവേദന, മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക്, സ്ട്രെസ്സിൻ്റെ മറ്റ് സിംറ്റങ്ങളിലേക്ക് അത് വരാം. അതുപോലെ തന്നെയാണ് നമുക്ക് കുറ്റബോധം ഉണ്ടാവുക. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കുറ്റബോധം നമുക്കുണ്ടാകും. ഒരു നാണക്കേട്, മറ്റുള്ളവരുടെ മുൻപിൽ നമുക്കൊരു നാണക്കേട്, കുറ്റബോധവും ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. സോഷ്യൽ എന്ന് പറയുന്നത്, സാമൂഹികമായിട്ട് ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ്? അത് ബന്ധങ്ങളിൽ ഒരു വിള്ളൽ സൃഷ്ടിക്കും.
പൊതുവെ ഈ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നവര് അവരുടെ കമ്മിറ്റ്മെന്റിലൊന്നും അവർ ഉറച്ചു നിൽക്കാറില്ല. ഒരു കാര്യം വാഗ്ദാനം ചെയ്യുന്നു, അത് പാലിക്കാറില്ല. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പുവറായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഒരു ബന്ധങ്ങളിൽ നമുക്ക് തീർച്ചയായും വിള്ളൽ സൃഷ്ടിക്കും. പ്രൊഫഷണൽ രംഗത്ത്, ഔദ്യോഗിക രംഗത്ത് എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ, റിസെൻമെൻറ്റ് കോവർക്കേഴ്സിൽ ഉണ്ടാവുന്നു. ഞാൻ ലെക്ചറായിട്ട് ആദ്യം ജോയിൻ ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ല പക്ക പ്രോക്രാസ്റ്റിനേറ്ററാണ്. അപ്പോൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ, നമ്മൾ ആൻസർ പേപ്പർ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, അതായത് ഇപ്പോൾ ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻ ആയിരിക്കും എനിക്ക് നോക്കാനുള്ള. എൻ്റെ 5 ക്വസ്റ്റ്യൻ ഞാൻ ബിഫോർ ടൈം നോക്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഇരിക്കും, ചെയ്യൂല. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ HOD വിളിച്ച് വഴക്ക് പറയുമ്പോൾ അതിനെ എല്ലാവരെയും ബാധിക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്കൊരു നീരസം വരും. ഇദ്ദേഹം കാരണമാണല്ലോ, നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്ക് വഴക്ക് കേൾക്കേണ്ട ഒരു ഇത് അവസാനം ചിലപ്പോൾ തിരിച്ചു വാങ്ങി അതും കൂടി നമ്മൾ തന്നെ, ഞാൻ തന്നെ ചെയ്തിട്ടുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ കോവർക്കേഴ്സിൽ ഉണ്ടാവുന്ന റിസെൻമെന്റ്. അതുപോലെ തന്നെ ഒരു ടീം വർക്കായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിലൊരാൾ പ്രോക്രാസ്റ്റിനേറ്റർ ആണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യസമയത്ത് ചെയ്യാതെ നീട്ടിവെക്കുന്നത് ഹോൾ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഹോൾ ടീമിനെ ബാധിക്കുന്നുണ്ട്. അതൊക്കെയാണ് പ്രൊഫഷണൽ രംഗത്ത് ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നീട്ടിവെക്കുന്നത്? വെറുതെ അല്ലല്ലോ, ഇതിനെന്തെങ്കിലും ഒരു കാരണം കാണും അല്ലേ? അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കോസസ് ഓഫ് പ്രോക്രാസ്റ്റിനേഷൻ. ഒന്നാമത്തത് ചൈൽഡ്ഹുഡ് ഹാബിറ്റ് ആണ്. അതൊരു, നമ്മൾ പറയാറുണ്ട് അല്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ചെറുപ്പത്തിലേ ഇതിങ്ങനെ മാറ്റിവെച്ച് ഒരു ഹാബിറ്റായി. ഈ ഹാബിറ്റ് ആകുമ്പോൾ അതൊരു ന്യൂറൽ പാത്വേ ഫോം ചെയ്ത് കഴിഞ്ഞു, പിന്നെ നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് അത് വളരെ ഫോഴ്സായിട്ട് നമുക്ക് അത് കിടക്കുവാണ് ആ സ്വഭാവം. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലം, അതാണ് ഹാബിറ്റ്. രണ്ടാമത്, ചിലപ്പോൾ നമുക്ക് ഉത്കണ്ഠയോ പേടിയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലായ്മയോ, അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് വിചാരിക്കുക, എല്ലാം തികഞ്ഞിട്ട് ഈ പെർഫെക്ഷനിസം നമ്മളെ ബാധിക്കും അല്ലേ? അപ്പോൾ പെർഫെക്ഷനിസം കൊണ്ട് നമ്മൾ കാര്യം അത് മുഴുവൻ ശരിയായില്ല, കുറച്ചും കൂടി നോക്കാം എന്ന് കരുതി നമ്മൾ നീട്ടി നീട്ടി വെച്ച് പെർഫെക്റ്റ് ആക്കാൻ വെക്കുന്നത് കൊണ്ട് തന്നെ ഈ നീട്ടിവെക്കൽ പ്രക്രിയ ഈ പെർഫെക്ഷനിസത്തിൽ ഉണ്ടാകുന്നതാണ്. മൂന്നാമതായി, സ്വയം ഒരു പ്രചോദനമില്ല, കാര്യങ്ങൾ ചെയ്യാനൊരു എന്താ ഊർജമില്ല, സ്വയമായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് മടി. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് കൺട്രോൾ ഇല്ല, സ്വയം ഒരു നിയന്ത്രണം ഒരു കാര്യത്തിലും ഇല്ല, അച്ചടക്കമില്ല സ്വഭാവത്തിൽ. പുവർ ഡിസിഷൻ മേക്കിംഗ് ആണ്, തീരുമാനങ്ങൾ എടുക്കാനെല്ലാം ഒരു മോശമാണ്. അത് പെട്ടെന്നൊരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ടാസ്ക് അവേഴ്സീവ്നെസ് എന്ന് പറയും. എന്താണ് ടാസ്ക് അവേഴ്സീവ്നെസ്? ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ കൽപ്പിക്കുന്നതാണ് കേട്ടോ. ബുദ്ധിമുട്ട് സബ്ജക്റ്റീവ് ഫീലിംഗ് ആണ്. ഈ ജോലി പ്രയാസമാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് പ്രയാസമാണ്. അപ്പം അത് ചെയ്യാൻ പൊതുവേ നമുക്ക് മടിയായിരിക്കുമല്ലോ, ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യാൻ മടിയാണ്. അപ്പം ഈ ടാസ്ക് അവേഴ്സീവ്നെസ് എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ ഇത് വലിയ കഷ്ടപ്പാടാണ്, പാടുള്ളതാണ്, അതവിടെ ഇരിക്കട്ടെ, അവസാനം ചെയ്യാം എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കും. പ്രസന്റ് ബയസ്. എന്താണ് പ്രസന്റ് ബയസ് എന്ന് പറയുന്നത്? നമുക്ക് എപ്പോഴും എന്ത് കാര്യത്തിനും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ റിവാർഡ് കിട്ടുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യം. അല്ലാതെ നമുക്ക് കുറേ ഫ്യൂച്ചറിൽ നമുക്ക് റിവാർഡ് കിട്ടും എന്ന് കരുതി നമ്മൾ അതിന് നോക്കി നിൽക്കാൻ നമുക്ക് മടിയാണ്. കാരണം ഇമ്മീഡിയറ്റ്ലി നമുക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് മടി വരും. അപ്പോൾ പലപ്പോഴും പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഫ്യൂച്ചർ ആയിരിക്കും റിവാർഡ്. അപ്പോൾ നമ്മൾ പൊതുവേ അത് നീട്ടിവെക്കുന്നു. അതാണ് പ്രസന്റ് ബയസ് എന്ന് പറഞ്ഞാൽ. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നീട്ടിവെക്കുന്നു. പ്രോബ്ലമാറ്റിക് എൻവയോൺമെന്റ്. നമുക്ക് ഒരുപാട് എൻവയോൺമെന്റ്, ഇപ്പോൾ നമ്മൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് നിൽക്കുന്നത് അല്ലേ? പല വിധത്തിലുള്ള മനുഷ്യർ മൂലം ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാനായിട്ട്
നീട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ഒരു ഗസ്റ്റ് വരുന്നത്. നമുക്ക് അവരോട് പോകാനും പറയാൻ പറ്റില്ല കാര്യങ്ങൾ. അപ്പം നമ്മുടെ സമയം പോവുകയാണല്ലോ, അവരെ നമ്മളെ ശ്രദ്ധിക്കണം അവരുടെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആളുകളെ കൊണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ജോലി നമുക്ക് നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തരത്തിലുള്ള ഈ നമ്മുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന അന്തരീക്ഷം, അത് സോഷ്യൽ മീഡിയ ആവാം, വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടുന്നു. ഓരോ നോട്ടിഫിക്കേഷൻ വരുന്നു, അപ്പം അതൊന്ന് നോക്കാം എന്ന് കരുതി അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാം നമ്മൾ ഈ നമ്മുടെ ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസ് കൊണ്ട് തന്നെ നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ട്. അണ്ടർലൈൻ കണ്ടീഷൻ, നമുക്ക് ചിലപ്പോൾ ഡിപ്രഷൻ ആവാം, ആങ്സൈറ്റി ആവാം, OCD എന്ന് പറയും, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഇതൊക്കെ നമുക്ക് അസുഖങ്ങളാണ്. ഈ അസുഖങ്ങൾ ഉള്ളവർ തീർച്ചയായിട്ടും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവർ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു കാരണമാണ്. അങ്ങനെ 7 കാരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന ഈ പ്രവൃത്തിക്ക് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ലെവൽസ് ഓഫ് പ്രോക്രാസ്റ്റിനേഷൻ എന്തൊക്കെ തരം, അല്ലെങ്കിൽ ഏതൊക്കെ ലെവലിലാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി നോൺ പ്രോക്രാസ്റ്റിനേറ്റർ ആണ്. അതായത് എല്ലാം കൃത്യസമയത്ത് ചെയ്യുന്നു. ഇദ്ദേഹം നീട്ടിവെക്കുന്നേ ഇല്ല. ഇതൊരു ലെവൽ എന്ന് പറയാൻ പറ്റില്ല, ഇത് നോർമലാണ്. നോർമൽ എന്നല്ല, വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പക്ക ടൈം മാനേജ്മെന്റും ഒക്കെയാണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ് പുള്ളിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അത് പ്രയോറിറ്റിയൊക്കെ അനുസരിച്ച് ചെയ്യുമ്പോൾ അവിടെ നീട്ടിവെക്കുന്ന പ്രക്രിയ ഉദിക്കുന്നില്ല. നമ്മൾ മുൻകൂട്ടി കാണുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ വരുമെങ്കിൽ അതിനെയും കൂടി ഒരു അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ടൈം ഇട്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാം സമയത്തിന് തീർക്കുന്നുണ്ട്. അതാണ് നോൺ പ്രോക്രാസ്റ്റിനേറ്റർ. രണ്ടാമത്തെ ലെവൽ വരുമ്പോൾ അവിടെ ഒരാഴ്ചത്തേക്ക് പണി നീട്ടിയിടും. ഇതൊക്കെ സ്റ്റുഡൻസ് ഒക്കെ എപ്പോഴും ചെയ്യുന്നു. നമ്മൾ പറയും അന്നുള്ള പാഠങ്ങൾ അന്നന്ന് പഠിക്കുക, വളരെ ഈസിയാണല്ലേ, കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കൂട്ടിവെക്കും. അപ്പോൾ നമുക്ക് ഒരാഴ്ചത്തെ പണിയെല്ലാം കൂടി ആ ഞായറാഴ്ച ഇരുന്ന് നമ്മൾ തീർക്കാൻ ശ്രമിക്കുന്നു. സൺഡേ നൈറ്റ് സ്ലാക്കർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഒരുപാടില്ല. കാരണം ഒരാഴ്ചത്തെ പണികളാണ് കൂട്ടിയിട്ടിട്ട് ഒറ്റ ഞായറാഴ്ച കൊണ്ട് തീർക്കാൻ ശ്രമിക്കുന്നു. അടുത്തത് വന്നപ്പോൾ കുറച്ചും കൂടി കൂടിയ ഗ്രേഡാണ്, സൂപ്പർ സ്ലാക്കറാണ്. ഇദ്ദേഹം 2 മാസത്തെ പണികളെല്ലാം കൂട്ടിയിട്ടേക്കുന്നത്. ചിലപ്പോൾ പ്രൊജക്റ്റ് വർക്കാവാം, ഒഫീഷ്യലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഡെഡ് ലൈൻസ്. അപ്പോൾ അവസാനം ഇതെല്ലാം കൂടി ഒറ്റ രാത്രിക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 2 മാസത്തെ പണിയുണ്ട്. അപ്പോൾ അത് ഇത്തിരി ഒരു സൂപ്പർ സ്ലാക്കറാണ്. 4ാമത്തെ വരുമ്പോഴോ മാസ്റ്റർ പ്രോക്രാസ്റ്റിനേറ്റർ. ഇദ്ദേഹം ഇതിൻ്റെ ആശാനാണ്. ഇദ്ദേഹം അവിടെ ചാരി കിടക്കുകയാണ്. അതായത് പണികൾ അവിടെ ഇരിപ്പുണ്ട് കുന്നുകൂടി, ഡെഡ് ലൈനും ഒക്കെ ഏകദേശം കഴിഞ്ഞു, എന്നിട്ടും റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇയാളെന്താ പറയുക, നമ്മൾ മാസ്റ്റർ പ്രോക്രാസ്റ്റിനേറ്റർ എന്നല്ലേ പറയാൻ നോക്കൂ. അപ്പം ഇങ്ങനെയുള്ളവരും ഉണ്ട് ചിലർ. അത് ഏറ്റവും കൂടിയ ഗ്രേഡാണ്. ഇതാണ് ലെവൽസ് ഓഫ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു കോട്ടും കൂടി നമുക്ക് നോക്കാം. പ്രോക്രാസ്റ്റിനേഷൻ ഈസ് ലൈക്ക് ക്രെഡിറ്റ് കാർഡ്, ഇറ്റ്സ് ലോട്ട് ഓഫ് ഫൺ അൺടിൽ യു ഗെറ്റ് ദ ബിൽ. ഇത് ക്രിസ്റ്റഫർ പാർക്കർ എന്ന് പറഞ്ഞ TV അവതാരകൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇദ്ദേഹം പറയുന്നത്, നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് അല്ലെ, വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷെ ബില്ല് വരുമ്പോഴാണ്. അതുപോലെയാണ്, നീട്ടിക്ക് വെക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്, സമയമുണ്ടല്ലോ, നമ്മൾ വേറെ കാര്യങ്ങൾ, സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവസാനമാണ് നമ്മൾ ഡെഡ് ലൈൻ ആയിപ്പോയി, സമയമില്ല എന്നുള്ള ആ സ്ട്രെസ്സിൽ നമ്മൾ പെടുന്നത്. അപ്പോൾ അതൊരു ക്രെഡിറ്റ് കാർഡിനോട് ഉപമിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനം, ഇതിൽ നിന്ന് ഇതൊക്കെ നമുക്കുണ്ട് എങ്കിൽ എങ്ങനെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനം, ഈ പ്രോഗ്രാമിന് വേണ്ട ഒരു കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ ബി അവെയർ, എപ്പോഴും ഇവിടെ നമ്മൾ മൈൻഡ്+ൽ ഈ തിരിച്ചറിവ്, അവബോധം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ എടുക്കുന്ന ഒന്നും ജോർജ് സാറ് പറയുന്ന പോലെ വലിയ കാര്യങ്ങളോ പുതിയതായിട്ടുള്ള ഒരു കാര്യങ്ങളോ നമ്മൾ ആരും ഇവിടെ പറഞ്ഞു തരുന്നില്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് അവെയർ അല്ല.
അപ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുക, അവയർനെസ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് ഒരു പുതിയ പാത്വേ ഉണ്ടാക്കി ആ പുതിയ ശീലത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് അവയർനെസ്. രണ്ടാമത്തേത് ഐഡന്റിഫൈ യുവർ ട്രിഗേഴ്സ്. ചിലപ്പോൾ നമുക്ക് ഈ പ്രോക്രാസ്റ്റിനേഷന് മുമ്പ്, ഈ നീട്ടിവെക്കുന്നതിന് മുമ്പ് നമ്മുടെ ചിന്ത എന്താണ്, നമ്മുടെ ഇമോഷൻസ് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്? അപ്പോൾ നമുക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലിമിറ്റിംഗ് ബിലീഫാണോ, എന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്നുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫ് കിടന്നിട്ടാണോ നമ്മൾ? അപ്പോൾ അങ്ങനെ നമ്മൾ ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കഴിയില്ല എന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ നമുക്കത് എംപവറിംഗ് ആയിട്ടുള്ള ബിലീഫ് കൊണ്ടുവന്ന് നമുക്കിത് മാറ്റാൻ സാധിക്കും, അല്ലേ? അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് നമ്മൾ പരിശോധിക്കുക. അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും എന്ത് ചിന്തയാണ് എനിക്ക്, എന്ത് ചിന്ത വന്നപ്പോഴാണ് ഞാനിത് മാറ്റിവെക്കാം എന്ന് വിചാരിക്കുന്നത്. മൂന്നാമത്തേതാണ് മിനിമൈസ് ഡിസ്ട്രാക്ഷൻ. നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പ്രവൃത്തിയൊന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് പല കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ശാന്തമായ ഒരിടം, പ്രത്യേകിച്ച് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യുവാണെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരിടം, നമുക്ക് റൂം അടച്ചിടാം, മറ്റുള്ളവരുടെ ശബ്ദം നമ്മളെ ഇതാക്കാതെ, കുട്ടികളകത്തോട്ട് കയറാതെ, അല്ലെങ്കിൽ വീട്ടുകാരോട് പറയാം ഞാനൊരു ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് നേരത്തേക്ക് എന്നെ ശല്യപ്പെടുത്തരുത്, പ്രധാനപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് വീട്ടുകാരോട് പറയാം. അതല്ലെങ്കിൽ നമ്മൾ ഈ ഗാഡ്ജറ്റ്സ് കൊണ്ടുള്ള ഡിസ്ട്രാക്ഷൻ ആണെങ്കിൽ അത് നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. കാരണം ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കത് ഒരു ടെൻഡൻസി ആയിരിക്കും, അത് ഒന്ന് എടുത്ത് എന്താണെന്നൊന്ന് നോക്കിയേക്കാം എന്ന് കരുതി നോക്കുമ്പോൾ നമ്മൾ കുറേ സമയം അതിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ അലോസരങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഒരു പ്രാക്ടിക്കൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ള, ഈ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ മുൻഗണനാ ക്രമത്തിൽ ഓരോ കാര്യങ്ങൾ, നാളേക്ക് എന്തൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി ചെയ്യുന്ന, നമുക്ക് പെർഫെക്റ്റ് ടൈം മാനേജ്മെന്റ് ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ടൈമിനെയും കൂടി അവിടെ വിനിയോഗിക്കുകയാണ്. അപ്പം നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ള വർക്ക് ആദ്യം തീർക്കുക. അപ്പൊ അതാണ് ഇറ്റ് ദ ഫ്രോഗ്, അല്ലേ? അപ്പൊ അതുപോലെ ഒരു തവളയെ തിന്നണമെന്നാണെങ്കിൽ അത് ആദ്യം ചെയ്യുക, അത് നീട്ടിവെക്കാതെ. അപ്പൊ പ്രയാസമുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുന്ന വിധത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നല്ലൊരു വ്യക്തത ഉണ്ടാവും. ചിലപ്പോൾ ഗോൾസ് ഒന്നും ക്ലിയർ അല്ലാത്തവർക്ക് ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു കൃത്യമായ പ്രായോഗികമായ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും അതിലൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് ഓരോ വർക്ക് കഴിയുമ്പോൾ നമുക്കത് ടിക്ക് മാർക്ക് ഇട്ട് പോവുകയും ചെയ്യാം. ഇത് ആദ്യമൊക്കെ നമുക്കിത് വേണ്ടി വരുള്ളൂ, പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ആദ്യം കുറച്ച് നാൾ നമുക്ക് ശീലിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തതായി നമ്മൾ പ്രചോദനമില്ലായ്മയാണ്, എല്ലാം ചെയ്യാനൊരു ഊർജമില്ല സ്വന്തമായിട്ട്. അപ്പൊ ആ ഒരു സ്വയം പ്രചോദിതം ആകാനായിട്ട് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുക. അതുപോലെ തന്നെ അതിന് നമുക്ക് ഇൻസ്പയറിംഗ് ടോക്ക് ഒക്കെ കേൾക്കാം. കൂടാതെ നമ്മൾ പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുടെ സംസർഗത്തിൽ വന്നാലും അവരെ നമുക്ക് മോഡൽ ചെയ്ത് നമുക്ക് ഓരോ കാര്യം അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളും നാച്ചുറലി നമ്മളെ സുഹൃത്തുക്കളാക്കുന്നത് അതുപോലെയുള്ളവരൊക്കെ ആയിരിക്കണം. അപ്പോൾ എനർജറ്റിക് ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും അതുപോലെ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകും. ഇനി ഞാൻ പറഞ്ഞല്ലോ, ചില കാരണങ്ങൾ, ഡിപ്രഷൻ, ആങ്സൈറ്റി, OCD പോലെയുള്ള, അല്ലെങ്കിൽ അത്രമാത്രം നമ്മളെ ഈ പ്രോക്രാസ്റ്റിനേഷൻ ബാധിക്കുന്നു എന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടതാണ്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 6 കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രോക്രാസ്റ്റിനേഷനിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം.